ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ളൊരു സ്നാക്ക് തയ്യാറാക്കാം. ചിക്കൻ പൊട്ടിത്തെറിച്ചത് അല്ലെങ്കിൽ ക്രിസ്പി ത്രെഡഡ് ചിക്കൻ എന്നും പറയും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിലോട്ടായിട്ട് ഒരു ബൗളിലോട്ടൊരു മുട്ട പൊട്ടിച്ച് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പും ചേർത്ത് അതിലോട്ട് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1.5 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിലേക്ക് നീളത്തിലരിഞ്ഞ് വെച്ച ബോൺലെസ് ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതിലോട്ട് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായത് സമൂസ ഷീറ്റാണ്. ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള സമൂസ ഷീറ്റാണ് നമുക്ക് ആവശ്യം. ഇതിലോട്ട് ഓരോരോ പീസസ് ചിക്കൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ചിക്കൻ പീസും ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്കിത് അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഹൈ ഫ്ലെയിമിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കരുത്. പുറം ഭാഗം പെട്ടെന്ന് കരിയുകയും ചെയ്യും. ചിക്കൻ ഉള്ളിൽ വേവില്ല. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് സാവധാനം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ ത്രെഡഡ് ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം കോരിയൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈസി ആയിട്ടുള്ളൊരു ക്രിസ്പി ത്രെഡഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയറും ചെയ്യണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും.